ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ട്രിപ്പ് പോയപ്പോൾ താമസിച്ചിരുന്നു വയനാട്ടിലെ അമ്പലവയൽ എന്ന സ്ഥലത്ത് ഗ്രീൻ വില്ല എന്ന വില്ലയുടെ റിവ്യൂ ഒരു കുഞ്ഞു വില്ല ടൂർ ആയിട്ടാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി വ്യൂ ആണ് രാത്രിയിലും പകലും. സെൻറ്ററിൽ റോഡും സൈഡിലായിട്ട് വില്ലാസും വരുന്ന അടിപൊളി വില്ല. റോഡിൻ്റെ എൻഡിലായിട്ട് ഒരു വലിയ പൂൾ പ്ലേസും വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ചെയ്താൽ ആദ്യം ഒരു കുഞ്ഞ് ലിവിങ് ഏരിയ ആണ് കേട്ടോ കാണുന്നത്. അത്യാവശ്യം സീറ്റഡ് ആയിട്ടുള്ള ഒരു സോഫയും പിന്നെ ഒരു കുഞ്ഞു ടീ ടേബിളും കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് കാണുന്ന ജനലിലൂടെ നോക്കിയാൽ പൂളാണ് കേട്ടോ കാണുന്നത്, സ്വിമ്മിംഗ് പൂള്. പിന്നെ ആ സോഫയിലിരുന്ന് നേരെ നോക്കിയാൽ കാണുന്നത് TV യൂണിറ്റ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു റൂം വരുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം ചെറുതല്ലാത്ത സ്പേസ് ഉള്ള ഒരു റൂം. ഡബിൾ കോട്ട് ബെഡും ഡബിൾ ഡോർ ഷെൽഫുമാണ് കേട്ടോ ആ റൂമിൽ വരുന്നത്. പിന്നെ വിത്ത് ബാത്റൂമാണ്. ബാത്റൂമും അത്യാവശ്യം സ്പേസ് ഉള്ളതാണ്, നന്ന വലുതല്ല, പക്ഷേ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാത്റൂമാണ് കേട്ടോ. അതെൻ്റെ വാപ്പയാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്നവരാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. പിന്നെ അവിടുന്ന് നേരെ പോയാൽ വരുന്ന ഡൈനിങ് ഏരിയ ആണ്. അവിടെ തന്നെ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഡൈനിങ് ഏരിയത്തെ ആ ജനൽ സൈഡിൽ നോക്കിയാലും പൂൾ തന്നെയാണ് കേട്ടോ കാണുന്നത്. അവിടെ ചെറിയൊരു വാഷ് ബേസിൻ. പിന്നെ അവിടെ തന്നെയാണ് കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ. അവിടെ കയറിയപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ നിന്നാലോ എന്ന് വിചാരിച്ചു. കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ള നല്ല രസമുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്യാസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്യാവുന്നതാട്ടോ ഉള്ളൂ. പിന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ദീവാൻ കോട്ടും ഒരു ചെറിയൊരു ഹാള്, അവിടെ ഒരു ദീവാൻ കോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ റൂമിലായിരുന്നു കേട്ടോ ഞാൻ കിടന്നത്, മുകളിലത്തെ ഒരു റൂം. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ലൊരു അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണ്. ആ ജനലിനുള്ളിൽ കൂടി നോക്കിയാലും കാണുന്നത് പൂളാണ് കേട്ടോ. പിന്നെ ഷെൽഫാണെങ്കിലും നല്ല സൗകര്യമുള്ള ഷെൽഫാണ് കേട്ടോ. മറ്റേ മൾട്ടിവുഡാന്ന് തോന്നുന്നു മെറ്റീരിയൽ വരുന്നത്. ഡബിൾ ഡോറുള്ള ഒരു ഷെൽഫും പിന്നെ ഡ്രസ്സിംഗ് ടേബിളും ആണ് അവിടെ വരുന്നത്. പിന്നെ അത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിന് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. നല്ല വലുപ്പമുണ്ട്. ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നുണ്ട്. വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആ റൂം കഴിഞ്ഞ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. 3 ഫാമിലിക്ക് നല്ല സുഖമായിട്ട് ഇവിടെ നിൽക്കാം കേട്ടോ. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ദീവാൻ കോട്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാവുന്നതാണ്. പിന്നെ ഈ ബെഡ്റൂമും സെയിം അപ്പുറത്തെ ബെഡ്റൂം പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ അതിനെക്കാട്ട് കുറച്ച് സ്പേസ് കുറവാണെന്ന് തോന്നുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്ന അതിൻ്റെ ഇപ്പുറം തന്നെ ബാൽക്കണിയാണ്. ബാൽക്കണി വ്യൂ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത നല്ല രസമാണ്. ഒന്നാമത് അവിടെ ഉള്ള ചെടികളും പൂക്കളുമായിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ അവിടുന്ന് നോക്കിയാൽ സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ പിക്ചർ പിന്നെ വീഡിയോ ഞാൻ നല്ലോണം എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കുറേ ആൺകുട്ടികൾ കുളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാണ്ടായി പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വില്ലയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടെന്നുള്ള കാര്യം ഷുവറാണ്. കാരണം വെറും 3500 രൂപ മാത്രമേ ഉണ്ടായിരുന്നു. ഈ ഒരു റേറ്റിൽ ഈ ഒരു വില്ല എന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണ് കേട്ടോ. കാരണം അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടില്ലേ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോകുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.